രൂക്ഷമാകുന്ന കടുത്ത വൈദ്യുതി ക്ഷാമത്തിന് പിന്നാലെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള വാക്പോരും മുറുകുകയാണ്. മുൻ വൈദ്യുത വകുപ്പ് മന്ത്രിയും CPM നേതാവുമായ MM മണിക്ക് കൃത്യമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നിലവിലെ വൈദ്യുത വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സംസ്ഥാനം നേരിടുന്ന കടുത്ത വൈദ്യുതി പ്രതിസന്ധിയെ തുടർന്ന് മുൻ മന്ത്രി MM മണി സണ്ണി ജോസഫിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ കടുത്ത പ്രതിസന്ധിക്ക് കാരണം നിലവിലെ വൈദ്യുതി മന്ത്രിയുടെ ശുദ്ധ വിവരക്കേടാണെന്നായിരുന്നു MM മണിയുടെ പ്രധാന വിമർശനം. ഒട്ടും കാഴ്ചപ്പാടില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നതെന്നും കേവലം മഴ പെയ്തില്ല എന്ന ന്യായം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ പുറത്തുനിന്ന് പണം നൽകി ആവശ്യത്തിന് വൈദ്യുതി വാങ്ങി ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നും MM മണി തുറന്നടിച്ചിരുന്നു. ഇതിനു പുറമെ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരവുമായി ബന്ധപ്പെടുത്തിയും സണ്ണി ജോസഫിനെതിരെ വലിയ പരിഹാസമാണ് മണി ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചത്. കളി കാണാൻ വേണ്ടി അവധി മാത്രം പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും ഫൈനൽ മത്സരം തടസ്സമില്ലാതെ കാണണമെങ്കിൽ സണ്ണി ചായൻ കൂടി കഴിയണമെന്നും കറന്റിന് കുറച്ചെങ്കിലും ഗ്യാരണ്ടി നൽകാൻ മന്ത്രി തയ്യാറാകണമെന്നായിരുന്നു മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശം. എന്നാൽ ഈ കടുത്ത പരിഹാസങ്ങൾക്കും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കും പിന്നാലെ കൃത്യമായ മറുപടിയുമായി മന്ത്രി സണ്ണി ജോസഫ് രംഗത്തെത്തിയിരിക്കുകയാണ്. താനൊക്കെ ചെറിയ പുള്ളികളാണെന്നും MM മണി എത്രയോ വലിയവനാണെന്നുമാണ് സണ്ണി ജോസഫ് പരിഹാസ രൂപേണ തിരിച്ചടിച്ചത്. താൻ MM മണിയുമായി സ്വയം താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ അത്രയും വലിയ ആളാകാനോ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാനോ തനിക്ക് യാതൊരു താല്പര്യമില്ലെന്നും സണ്ണി ജോസഫ് കടുത്ത ഭാഷയിൽ തുറന്നടിച്ചു. ഇതിനൊപ്പം തന്നെ MM മണി വൈദ്യുതി മന്ത്രിയായിരുന്ന കാലയളവിൽ സംസ്ഥാനത്ത് എന്തൊക്കെ വലിയ വികസനങ്ങളാണ് ചെയ്തതെന്നും അന്നത്തെ വൈദ്യുതി ബോർഡിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്നും സണ്ണി ജോസഫ് ചോദിക്കുകയുണ്ടായി. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മുൻ വൈദ്യുതി മന്ത്രി MM മണിയും അങ്ങയും താരതമ്യപ്പെടുത്തിയുള്ള ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹം എത്രയോ ഉയർന്ന ആളെന്നെക്കാളും താരതമ്യത്തിന് യാതൊരു അടിസ്ഥാനവും അല്ലാതെ ആ കാലത്തും പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി പരിഹരിക്കാൻ അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് സാധിച്ചു, ഇന്നത് സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ മുമ്പ് ഞാൻ ശിക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. സർ, ചീമേനിയിൽ വരാൻ പോകുന്ന തെർമൽ ആണോ ന്യൂക്ലിയർ ആണോ, ഒരു ക്ലാരിറ്റി വരുത്തോ? അപ്പോൾ ആലോചിച്ച് എല്ലാവരും യോജിക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ഞാൻ പറഞ്ഞു. അത് ഉൾപ്പെടെ ചർച്ച ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. സാഹചര്യത്തിലെ ന്യൂക്ലിയർ പദ്ധതികളൊക്കെ ലോകത്തിന്റെ ഭാഗമാണ് കേരളം. ലോകത്തിന്റെ ഭാഗമാണ് കേരളം. ലോകത്ത് മറ്റു സ്ഥലങ്ങളിലും ഉണ്ട്. അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ആശങ്കകൾ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ, എല്ലാവരും യോജിക്കുമെങ്കിൽ അതുകൂടി ആലോചിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞത്. സമയത്ത് ന്യൂക്ലിയർ പ്ലാന്റിന്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അത് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അവര് തന്നെയല്ലേ. എന്ത് വേണം നമുക്ക് ആലോചിക്കാം, എല്ലാവരോടും ആലോചിക്കാം. എനിക്ക് മുൻവിധിയില്ല ആ കാര്യത്തിൽ. എന്നാൽ ഒരു തുറന്ന ചർച്ച നടത്താം. MLA പറഞ്ഞു, തൃക്കരിപ്പൂർ MLA പറഞ്ഞു ന്യൂക്ലിയർ പ്ലാന്റ് പുള്ളി MLA ആയിട്ട് നിൽക്കുന്ന കാലം സമ്മതിക്കത്തില്ലെന്ന് ഇന്നലെ പാർട്ടി. ആയിക്കോട്ടെ, MLA അഭിപ്രായം ഞാൻ പത്രത്തിൽ വായിച്ചു. MLA എന്നെ ഫോൺ ചെയ്തിരുന്നു. MLAക്കും MP പറഞ്ഞു. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ എന്നോട് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുമ്പോഴേ 10 രൂപ ആണല്ലോ ഇപ്പൊ നൈറ്റ് ടൈമില്. ബാറ്ററി വരുമ്പോൾ ഇതിന് എത്ര കോസ്റ്റ് വരും? അത് നമുക്ക് കോസ്റ്റൊക്കെ ഇപ്പൊ ഞാൻ ഒട്ടൊന്ന് പത്രസമ്മേളനത്തിൽ പറയേണ്ടതല്ല. കോസ്റ്റ് അതിന്റെ ചെലവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോസ്റ്റ് വരുന്നത്. കൂടുതൽ ബസ്സുകളിൽ കുറഞ്ഞു വരും, എന്തായാലും കുറയും. കൂടുതൽ ബസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ സാധ്യത. ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ KSRTC ബസ്സാ? അല്ലല്ല, ബാറ്ററി എനർജി. അത് കൂടുതൽ ആലോചിക്കും. അത് നമ്മൾ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ തന്നെ കമ്മ്യൂണിറ്റി ബാറ്ററി സിസ്റ്റം ഗ്രാമങ്ങളിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി, പഞ്ചായത്ത് തലത്തിൽ തന്നെ വീടുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും അത് കൊണ്ടുവരാൻ വേണ്ടി കൂടുതലായിട്ട് പരിശ്രമിക്കും.